ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിട്ട തന്നെ കുറേ വൈകിയാണ് നമുക്കറിയാം. അതിനുശേഷമാണല്ലോ ഈ ഒരു പീഡന പരാതികളും പീഡന കഥകളും എല്ലാം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സിദ്ദിഖിന് മാത്രമാണ് ജാമ്യം കിട്ടാതിരുന്നത്. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. കാരണം സിദ്ദിഖിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി 2016 പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയായിരുന്നു. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് ഹോട്ടൽ വെച്ച് പീഡിപ്പിച്ചു, റൂം നമ്പറിൻ്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം പീഡനത്തിന് ശേഷം മാനസികമായി തനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് തേടി. ഇതെല്ലാത്തിൻ്റെയും തെളിവുകൾ പോലീസിന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിൻ്റെ ജാമ്യം നിഷേധിച്ചത്. പക്ഷേ ഇപ്പോൾ സിദ്ദിഖിന് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. അപ്പോൾ പീഡനം നടന്നിട്ട് ഇത്രയും വർഷം എടുത്തത് പരാതിപ്പെടാനെന്ന് അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് സിനിമ ഫീൽഡിലുള്ള കാര്യങ്ങൾ, അത് ഒരുവിധപ്പെട്ട എല്ലാ മലയാളികൾക്കും അറിയാം സിനിമ ഫീൽഡിൽ എന്താണ് നടക്കുന്നതെന്ന്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് അതൊരു വലിയ സംഭവമാക്കി എടുത്ത് പൊതുജനാവിൽ നിന്ന് പണമെല്ലാം മുടക്കി ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടാക്കി. ഇതിൽ കുറേ ആൾക്കാർ മൊഴികൾ കൊടുക്കുന്നു. ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കുറേ ആൾക്കാർക്കെതിരെ കേസ് എടുക്കുന്നു. അവർക്കെല്ലാവർക്കും ജാമ്യം കിട്ടുന്നു. നമ്മൾ കണ്ടല്ലേ, നടിമാർ വന്ന് ഇങ്ങനെ പറയുന്നു, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. ഒരുപാട് പേർക്കെതിരെ പറയുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ഒരു നടി, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും അവരുടെ വീഡിയോ. അവർ ആദ്യം പറഞ്ഞ് ജയസൂര്യക്കെതിരെ പറഞ്ഞു. ജയസൂര്യനെ കയറി പിടിച്ചു, തിരുവനന്തപുരത്ത് ഫ്ലാറ്റാണ്, എൻ്റെ കൂടെ നിന്ന് എനിക്ക് ഗുണമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് സമ്മതിച്ചില്ല, ഞാൻ നോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരടുത്ത ആരോപണം മണിയമ്പള്ളി രാജുവിനെതിരാണ്. മണിയമ്പള്ളി രാജു കാറിൽ പോകുന്ന സമയത്ത് അവരുടെ മോശമായി പെരുമാറി എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് മുകേഷിൻ്റെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഹോട്ടലിൽ റൂം എടുത്തു, കഥകിൽ വന്ന് തട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരൊരു ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതനുസരിച്ച് പോലീസൊക്കെ കേസെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അസലായിട്ട് ജാമ്യം കിട്ടി. എല്ലാവരും സുഖമായി നടക്കുന്നു. ഇടവേള ബാബുവിനെതിരെ പറഞ്ഞു. ഇടവേള ബാബുവിന് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടാതിരുന്ന സിദ്ദിഖിന് മാത്രം. സിദ്ദിഖിനെതിരെയുള്ള പരാതിയുടെ കാര്യം ആ ഒരു രീതിയിലായതുകൊണ്ട് മാത്രമല്ല, തെളിവുകളെല്ലാം സിദ്ദിഖിന് എതിരായതുകൊണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ജാമ്യം കിട്ടിയെങ്കിലും സുപ്രീം കോടതി പല കണ്ടീഷൻസും വെച്ചിട്ടുണ്ട്. അതായത് ഇരയെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് എല്ലാം വെച്ച് സിദ്ദിഖിന് ജാമ്യം കൊടുക്കട്ടെ. കാരണം എല്ലാവർക്കും ജാമ്യം കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പരാതി കൊടുക്കാൻ വൈകി. ശരിയാണ്, 2016 ഈ ഒരു സംഭവം തിരുവനന്തപുരത്ത് ഹോട്ടൽ വെച്ച് നടക്കുന്നതെന്നാണ് പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷമായി. ഞാൻ ചോദിക്കുന്നത്, 2017 ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. അതും ഒരു നടിക്ക് തന്നെയാണ്. അന്ന് അവർ ആ കറക്റ്റ് ദിവസം അന്ന് തന്നെ അവർ പരാതി കൊടുത്തു. ആ നടിക്ക് എന്ത് നീതിയാണ് കിട്ടിയത്? അവർക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടി? 7 വർഷമായിട്ടും ഇപ്പോഴും വിചാരണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരാതി കൊടുക്കാനൊന്നും വൈകിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സംഭവങ്ങൾ മൊത്തം. ഞാനിനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതുവരെയും നീതി കിട്ടിയിട്ടില്ല. ഈ വിചാരണ 7 വർഷമായി നടക്കുന്നു. ഇനിയും നീണ്ടുപോകും. കാരണം കയ്യിൽ പണമുണ്ടോ, നമുക്ക് നീട്ടിക്കൊണ്ടു പോകാം എന്നുള്ള തെളിവുകളാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായ രീതിയിലുള്ള പരാതി കൊടുത്താലും ഇവിടെ ആർക്കും ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഒരു പ്രഹസനം പോലെ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ വൈകി? അപ്പോൾ ഇത്ര നാളും ഇതൊരു ഹണി ട്രാപ്പ് അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പിന്നെ എന്തിനാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി? പിന്നെ മീഡിയാസിൽ വന്നിരുന്ന ആ ഒരു നടി ഓരോരുത്തർക്കെതിരെയും പരാതികൾ പറയുന്നുണ്ട്. അവർ പിടിച്ചു വളരെ ചിരിച്ചു ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കേൾക്കുമ്പോൾ നടന്ന സംഭവം പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അവർ ഷൂട്ടിംഗ് ലൊക്കേഷനും ദിവസവും അതുപോലെ ഏത് സിനിമയാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞത് മുഴുവനും വ്യാജമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഞാൻ ചോദിക്കുന്നത്, ഇവർ പറയുന്ന പല വീഡിയോസും ഞാൻ കണ്ടു. അപ്പോൾ ഇവർ ലാസ്റ്റ് പരാതി കൊടുത്തത് ബാലേന്ദ്ര മേനോനെതിരെയാണ്. അതായത് ബാലേന്ദ്ര മേനോൻ ഒരു മുറിയിലേക്ക് വിളിക്കുന്നു. ബാലേന്ദ്ര മേനോൻ്റെ കൂടെ 2-3 സ്ത്രീകളുണ്ടായിരുന്നു. അവരെല്ലാം ഇങ്ങനെ വിവസ്ത്രയായി കിടക്കുന്നു, അവർ തമ്മിലുള്ള സെക്ടർന്നതൊക്കെ അവരിങ്ങനെ കണ്ടു. ആയിട്ട് അവരെയും വിളിച്ച് ഗ്രൂപ്പ്സും അവർ പറഞ്ഞത് മൊത്തമായിട്ടൊന്നും ഇവിടെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെയെല്ലാം പറഞ്ഞു. അതൊക്കെ അവർ വളരെ എന്താ പറയുക, ഒരു ഭയങ്കര ചിരിച്ച് കളിച്ചു, ഒരു ടൂറ് പോയൊരു അനുഭവമൊക്കെ പറയുന്ന പോലെ വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ അവരവിടെ എന്തിനു നിന്നു? അത് മാത്രമല്ല, അവർ പറയുന്ന മറ്റൊരു ആരോപണം അതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അവർ പറയുന്ന, ഒരു ദിവസം ബാലേന്ദ്രമേനോൻ റൂമിലേക്ക് വിളിക്കുന്നു. അവർ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ അയാൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിനുശേഷം അവരുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴും. അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവർക്ക് താല്പര്യമില്ല ഇതൊന്നും കാണാനെങ്കിൽ അവർ ആ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അവർക്ക് ഇതൊന്നും കാണാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അത് കഴിയുന്നവരെ അവരവിടെ എന്തിൽ നിന്ന് കണ്ട് ആസ്വദിച്ച് നിന്നു. അവർക്ക് ഇറങ്ങിപ്പോയിക്കൂടെ?
നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മുടെ മുമ്പിൽ ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇറങ്ങി പോകണം അല്ലേ? അതല്ലേ വേണ്ടത്? അപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ വാർത്ത മീഡിയാസ് ഓൺ ചെയ്താലും നമ്മളെപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങളാണ് കാണുന്നത്. നമ്മുടെ കേരളത്തിൽ ഇത്രയും വിഷയദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ലേ ചർച്ച ചെയ്യാനായിട്ട്? ഇവരെ പോലുള്ള ഇപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ പറയുമ്പോൾ സത്യമായ രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിച്ച പെൺകുട്ടികൾക്ക് പോലും നീതി കിട്ടാത്തൊരവസ്ഥ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ നടിക്കെതിരെ ഇപ്പോൾ ബാലേന്ദ്രൻ മേനോൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വ്യാജ പരാതിയാണെന്നും എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ മേനോൻ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുന്നു. ഈ ഒരു വാർത്തകൾ ഇങ്ങനെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ കണ്ടാണ് നിവിൻ പോളിക്കെതിരെ ഒരു കേസ് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അവർ പറഞ്ഞ ഡേറ്റും ദിവസമൊക്കെ അവർക്ക് തെറ്റിപ്പോയി. അത് വേറൊരു കഥ. ഈ ദുബായ് പോലുള്ള സ്ഥലത്ത് വെച്ച് നമ്മുടെ കേരളം പോലെയല്ലേ, ഇവിടെ ഇങ്ങനെ വിചാരണ പൈസ നീട്ടിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്ത് ജാമ്യമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ദുബായ് പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പോലീസിൽ പൈസ ഒന്നും കൊടുക്കണ്ട, ഒരു കേസിനും പൈസ എടുക്കണ്ട, ഒന്നിനും പൈസ എടുക്കണ്ട. പോലീസിൽ പോയി ഒരു പരാതി ജസ്റ്റ് ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ, സത്യസന്ധമായ രീതിയിലുള്ള കാര്യമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അപ്പോൾ തന്നെ നീതി കിട്ടിയത്. അത് നമ്മുടെ കേരളത്തിലെ പോലെ വക്കീലിനെ കൊണ്ടുവച്ച് വാദിപ്പിച്ച് പണം കൊടുത്തെറിഞ്ഞ് അങ്ങനെ ഒന്നും അവിടെ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാജപരാതി കൊടുക്കുന്നവരുണ്ട്, സത്യമായിട്ട് പറയുന്നവരുണ്ട്. ഇപ്പൊ സിദ്ദിഖിനെതിരെ പറഞ്ഞ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവർ ഹോസ്പിറ്റലിൽ പോയതിന് രേഖകളുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം വൈകിയത്? പല പല ചോദ്യങ്ങളും പല പല കാരണങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കുറേ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കുറേ ആൾക്കാർക്കും ഇപ്പം വാർത്ത തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പീഡനങ്ങൾ കേൾക്കാം എന്നല്ലാതെ എന്ത് ഗുണമാണുള്ളത്? ഇതാണോ കേരളത്തിന്റെ പ്രധാന പ്രശ്നം? ഇതാണോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് സിനിമാക്കാർ മാത്രമാണോ? ബാക്കിയുള്ള ജനങ്ങൾ, ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾക്ക് എന്തോരം പ്രശ്നങ്ങളും കാര്യങ്ങളുമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അതൊന്നും പറയുന്നില്ല? എന്തിനീ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം സിനിമാ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. പിന്നെ അതിപ്പോ പലരും വന്ന് പച്ചയായിട്ട് ഇങ്ങനെ പറയുന്നു. അതിനു വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു പട്ടിക്ക് ഇങ്ങനെ എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്നത് പോലെ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഇട്ട് കൊടുക്കുന്നു. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും എല്ലായിടത്തും ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് സിനിമാ മേഖല, അതായത് മലയാള സിനിമയ്ക്ക് വളരെ വളരെ മോശം പേര് സമ്പാദിച്ചു കൊടുക്കാൻ ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയ ആൾക്കാർക്ക് സാധിച്ചു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഇതിലുള്ള പ്രമുഖന്മാരും ഇതുപോലെ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു നടപടി ഉണ്ടാവില്ല. ഒരാൾ പോലും ഇതിൽ അറസ്റ്റ്, ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, അറസ്റ്റ് ചെയ്യുന്നു, അപ്പൊ തന്നെ വിട്ടയക്കുന്നു, ജാമ്യം കിട്ടുന്നു. ആഹാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ശരി, ഞാൻ പറഞ്ഞ സമൂഹത്തിന് മുമ്പിൽ മാന്യമായി ജീവിക്കുന്നവർക്കെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെയും കേസ് എടുക്കണം. കാരണം അങ്ങനെ ഒരാൾക്കെതിരെയും കള്ളപ്പരാതികൾ പറയേണ്ട ആവശ്യമില്ല.